ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോമ്പൗണ്ട് ജേർണൽ എൻട്രിയെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ കോമ്പൗണ്ട് ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഡെബിറ്റോ ക്രെഡിറ്റോ ഉള്ള ജേർണൽ എൻട്രികളാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഒന്നിലധികം ഡെബിറ്റോ ക്രെഡിറ്റോ വരുന്നത്? രണ്ടോ അതിലധികമോ ട്രാൻസാക്ഷൻ ഒന്നിച്ചെഴുതുമ്പോൾ അല്ലേ, രണ്ട് ജേർണൽ എൻട്രികൾ കൂട്ടി എഴുതുമ്പോഴാണ് കോമ്പൗണ്ട് ജേർണൽ എൻട്രികൾ ഉണ്ടാവുന്നത് അല്ലേ. ഓക്കെ, ഫൈൻ. അപ്പോൾ അങ്ങനെ കൂട്ടി എഴുതണമെന്ന് നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധമില്ല അല്ലേ. ഓക്കെ, അത് നിങ്ങൾക്ക് എളുപ്പമാണെന്ന് തോന്നുന്നെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, കോമ്പൗണ്ട് ജേർണൽ എൻട്രി ആയിട്ട് എഴുതാം. ഓക്കെ, അതല്ല സിമ്പിൾ ആയിട്ട് സാധാരണ ഓരോ ട്രാൻസാക്ഷനും ഓരോ ജേർണൽ എൻട്രി എന്ന രൂപത്തിലാണ് എഴുതുന്നത് എളുപ്പമെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലേ. ഓക്കെ, പിന്നീട് എന്തിനാണ് കോമ്പൗണ്ട് ജേർണൽ എൻട്രികളെ കുറിച്ച് നമ്മൾ പറഞ്ഞത്? ചില സാഹചര്യങ്ങളിൽ ട്രാൻസാക്ഷൻസ് കോമ്പൗണ്ട് ജേർണൽ എൻട്രികളായിട്ട് എഴുതുകയാണ് എളുപ്പം അല്ലേ. അത്തരത്തിലുള്ളൊരു ട്രാൻസാക്ഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, വിച്ച് ഈസ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് എന്താണെന്ന് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിച്ചിരുന്നു അല്ലേ. ഓക്കെ, കിഴിവ് നൽകലാണ്. അത് രണ്ട് രൂപത്തിലുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കി അല്ലേ. എന്താണ്? ട്രേഡ് ഡിസ്കൗണ്ടും ഉണ്ട്, ക്യാഷ് ഡിസ്കൗണ്ടും ഉണ്ട്. എന്താണ് ട്രേഡ് ഡിസ്കൗണ്ട്? നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് സാധനങ്ങളുടെ വിലയിൽ നൽകുന്ന ഡിസ്കൗണ്ട് ട്രേഡ് ഡിസ്കൗണ്ടും, നമുക്ക് ക്യാഷ് കിട്ടാനുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുക്കാനുണ്ട്, അത് കൊടുക്കുന്ന സമയത്തോ കിട്ടുന്ന സമയത്തോ കൊടുക്കേണ്ട അല്ലെങ്കിൽ കിട്ടേണ്ട എമൗണ്ടിൽ വല്ല കിഴിവ് നൽകുകയാണെങ്കിൽ അതെന്താണ്? ക്യാഷ് ഡിസ്കൗണ്ടുമാണ് അല്ലേ. ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ ബുക്സിൽ രേഖപ്പെടുത്തില്ല എന്നും ക്യാഷ് ഡിസ്കൗണ്ട് മാത്രമാണ് നമ്മൾ ബുക്സിൽ രേഖപ്പെടുത്തുക എന്നും നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ജേർണൽ എൻട്രി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ എന്താണ് പഠിക്കുന്നത്? ക്യാഷ് ഡിസ്കൗണ്ടിനെ കുറിച്ചാണ്. കാരണം ക്യാഷ് ഡിസ്കൗണ്ട് മാത്രമേ ബുക്സിൽ രേഖപ്പെടുത്തുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഡിസ്കൗണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട് ബിസിനസ്സിനെ രണ്ട് രൂപത്തിലാണ് ബാധിക്കുക, അല്ലെങ്കിൽ രണ്ട് രൂപത്തിലാണ് ഡിസ്കൗണ്ട് ഉണ്ടാവുക. അത് ഡിസ്കൗണ്ട് അലൗഡ് ആവാം, ഡിസ്കൗണ്ട് അനുവദിച്ചതാവാം അല്ലേ, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടിയതും ആവാം. നമ്മൾ ഡിസ്കൗണ്ട് അനുവദിച്ചു കൊടുക്കുക അല്ലേ. നമുക്ക് കിട്ടാനുള്ള ക്യാഷ് അത് തരുന്ന സമയത്ത് നമ്മൾ അതിൽ കിഴിവ് അനുവദിച്ചു കൊടുക്കുക അല്ലേ. 5000 രൂപ കിട്ടാനുള്ള സ്ഥലത്ത് അയാൾ ക്യാഷ് തരാൻ ഇച്ചിരി മടിയൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ അയാളോട് പറയുന്നു 4800 മതി, 200 രൂപ ഡിസ്കൗണ്ട് ചെയ്തു എന്ന് പറയുക അല്ലേ. അപ്പോൾ നമ്മളാണ് ഡിസ്കൗണ്ട് അനുവദിച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളാണ് നഷ്ടം അല്ലെങ്കിൽ ചെലവ് സഹിക്കുന്നത് അല്ലേ. 5000 കിട്ടേണ്ടടുത്ത് എത്രയേ കിട്ടുള്ളൂ? 4800. അപ്പോൾ 200 രൂപ നമുക്കൊരു നഷ്ടം അല്ലെങ്കിൽ ചെലവല്ലേ. ഓക്കെ, അപ്പോൾ അതിനെ നമുക്കെന്ത് പറയാം? ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയാം അല്ലേ. അത് എപ്പോഴാണ് ഉണ്ടാവുക? വൈൽ റിസീവിങ് പേയ്മെൻറ്റ് ഫ്രം കസ്റ്റമേഴ്സ് ഓർ ഡെപ്റ്റേഴ്സ്. കസ്റ്റമറുടെ അല്ലെങ്കിൽ ഡെപ്റ്ററുടെ കയ്യിൽ നിന്ന് ക്യാഷ് ലഭിക്കുന്ന സമയത്താണ്, പേയ്മെൻറ്റ് ലഭിക്കുന്ന സമയത്താണ് നമുക്ക് ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഉണ്ടാവുക അല്ലേ. നമുക്കൊരു ഉദാഹരണം, ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പരിചയപ്പെടാൻ ശ്രമിക്കാം അല്ലേ. എമൗണ്ട് റിസീവബിൾ, നമുക്ക് ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 25,000 രൂപ കിട്ടാനുണ്ട്. ഓക്കെ, അയാൾ 24,500 രൂപ തന്നു. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ 25,000 കിട്ടാനുള്ള സ്ഥലത്ത് 24,500 രൂപ തന്നിട്ട് ഒന്നും മിണ്ടാതിരുന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? ബാക്കി 500 അയാൾ ഇനിയും തരണം എന്നാണ് അല്ലേ. ഓക്കെ, പക്ഷെ അങ്ങനെയല്ല. ഈ 25,000 കണക്ക് ഇതോടുകൂടി സെറ്റിൽ ചെയ്തു, ക്ലോസ് ചെയ്തു, ഇനി ഞാൻ തരില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അംഗീകരിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 500 രൂപ ഡിസ്കൗണ്ട് അനുവദിച്ചു എന്നാണ് അല്ലേ. ഇവിടെ നമുക്ക് കിട്ടാനുള്ള ക്യാഷ് കിട്ടിയപ്പോൾ കുറഞ്ഞു പോയി അല്ലേ. അവിടെ എത്രയാണോ കുറഞ്ഞത് അതാണ് ഡിസ്കൗണ്ട്. ആ ഡിസ്കൗണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടം അല്ലെങ്കിൽ എക്സ്പെൻസ് ആണ് അല്ലേ. അപ്പോൾ അതിനെ നമുക്കെന്ത് പറയാം? ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയാം. നമ്മൾ അനുവദിച്ച ഡിസ്കൗണ്ടാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ ഒരു ഇടപാടിൽ, അതായത് എന്ത് ഇടപാടാണ് അവിടെ നടന്നത്? കസ്റ്റമർ നമുക്ക് അല്ലെങ്കിൽ ഡെപ്റ്റർ ക്യാഷ് തരാനുള്ള ആൾ 24,500 രൂപ ക്യാഷ് തന്നു. അത് ഒരു ട്രാൻസാക്ഷൻ. അങ്ങനെ ക്യാഷ് തന്ന സമയത്ത് നമ്മൾ എത്ര രൂപ ഡിസ്കൗണ്ട് അനുവദിച്ച് കൊടുത്തു? 500 രൂപ ഡിസ്കൗണ്ടും അനുവദിച്ച് കൊടുത്തു. അപ്പോൾ അവിടെ രണ്ട് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ. 24,500 രൂപ തന്നിട്ട് 25,000 കണക്ക് സെറ്റിൽ ചെയ്തെന്ന് പറയുമ്പോൾ രണ്ട് ഇടപാടുണ്ട് അതിൽ.
ഒന്ന് ക്യാഷ് ലഭിച്ചു എന്ന് പറയുന്ന ഇടപാടും രണ്ടാമത്തത് ഡിസ്കൗണ്ട് അനുവദിച്ചു എന്ന് പറയുന്ന ഇടപാട് അല്ലേ. ഇനി ഇതിൻ്റെ ജേണൽ എൻട്രി നമുക്ക് എങ്ങനെ എഴുതാം? ക്യാഷ് ലഭിക്കുമ്പോഴുള്ള ജേണൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആരാണോ ക്യാഷ് തന്നത്, കസ്റ്റമർ അല്ലെങ്കിൽ ഡെപ്റ്റർ അല്ലേ. ക്യാഷ് ലഭിക്കുമ്പോൾ ക്യാഷ് ഇൻക്രീസ് ചെയ്യണം, അതിനെ ഡെബിറ്റ് ചെയ്യണമെന്നും പിന്നീട് ഒരു അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റേ അക്കൗണ്ട് ക്രെഡിറ്റ് ആയിരിക്കും അല്ലേ. ആരാണോ ക്യാഷ് തന്നത് അവരെ നമ്മൾ ക്രെഡിറ്റും ചെയ്യുന്നു. ഇനി ഡിസ്കൗണ്ട് അനുവദിക്കുമ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എന്താണ്? ഡിസ്കൗണ്ട് അലൗഡ് ചെയ്ത് അല്ലെങ്കിൽ അനുവദിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്പെൻസ് ആണ് അല്ലേ, ചിലവല്ലേ. ഓക്കെ, എല്ലാ ചിലവും എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യണം അല്ലേ. ഫൈൻ. ഇവിടെ നമുക്ക് ക്യാഷൊന്നും പോയിട്ടില്ല, പകരം എന്താ കുറയുന്നത്? കിട്ടാനുള്ള ക്യാഷാണ് കുറയുന്നത് അല്ലേ. ഡിസ്കൗണ്ട് അനുവദിച്ചോടുകൂടി പിന്നെ ആ കാശ് നമുക്ക് ലഭിക്കുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ കിട്ടാനുള്ള ആ കസ്റ്റമറുടെ അക്കൗണ്ടാണ് നമ്മൾ കുറയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ കസ്റ്റമറെ ക്രെഡിറ്റും ചെയ്യുന്നു. സോ ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കസ്റ്റമർ അല്ലെങ്കിൽ ഡെപ്റ്റർ. അപ്പോൾ ആദ്യത്തെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കസ്റ്റമർ, രണ്ടാമത്തെ ജേണൽ എൻട്രി ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കസ്റ്റമർ അല്ലേ. ഇത് നമുക്ക് ഒറ്റ എൻട്രി ആയിട്ട് എഴുതാമല്ലോ. അങ്ങനെ എഴുതുകയാണ് എളുപ്പം. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം ക്യാഷ് ലഭിച്ചു അല്ലേ, അപ്പോൾ ക്യാഷ് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 24,500. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കൗണ്ട് എന്ന് പറയുന്നൊരു എക്സ്പെൻസ് അവിടെ സംഭവിക്കുന്നുണ്ട് അല്ലേ. അത് എത്ര രൂപയുടെ എക്സ്പെൻസ്? 500 രൂപയുടെ. അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുന്ന എക്സ്പെൻസും നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അത് ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെപ്റ്റർ 500. ഇനി ക്രെഡിറ്റ് ചെയ്യേണ്ടത് രണ്ട് ട്രാൻസാക്ഷനിലും ആരെയാണ്? കസ്റ്റമർ അല്ലെങ്കിൽ ഡെപ്റ്റർ. ആരാണോ ക്യാഷ് തന്നത് അല്ലെങ്കിൽ ആർക്കാണോ ഡിസ്കൗണ്ട് അനുവദിച്ച് അയാൾക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ് ചെയ്യുമ്പോൾ അയാൾ ക്യാഷ് തന്നത് 24,500 രൂപയാണെങ്കിലും ക്രെഡിറ്റ് ചെയ്യുന്നത് എത്ര രൂപക്കാണ്? 25,000-ന്. എന്തടക്കം? ഡിസ്കൗണ്ട് അടക്കം അയാൾ അക്കൗണ്ടിൽ നിന്ന് കുറക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാഷ് ലഭിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കൗണ്ട് അനുവദിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി എന്താണ്? എങ്ങനെയാണ്? ആ സമയത്ത് നമ്മൾ ക്യാഷ് എത്രയാണോ ലഭിച്ചത് അതും ഡെബിറ്റ് ചെയ്യുന്നു, എത്രയാണോ ഡിസ്കൗണ്ട് അനുവദിച്ച് കൊടുത്തത് അതും ഡെബിറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് രണ്ടിനും കൂടി ടോട്ടൽ മൊത്തം എത്ര രൂപയുടെ കണക്ക് സെറ്റിൽ ചെയ്തു അത് നമ്മൾ ക്രെഡിറ്റും ചെയ്യുന്നു. ആരുടെ കണക്കാണോ അയാളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിൽ എപ്പോഴും ഉറപ്പിച്ചു വെക്കേണ്ട, ഒരു സമയത്തും മറക്കാത്ത രൂപത്തിൽ ഉറപ്പിച്ച് നിർത്തേണ്ട കാര്യം എന്താണ്? ഡിസ്കൗണ്ട് അനുവദിക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് ലഭിക്കുന്ന സമയത്താണ്. കിട്ടാനുള്ള ക്യാഷ് ഡെപ്റ്റർ നമുക്ക് തരുന്ന സമയത്താണ് നമ്മൾ ഡിസ്കൗണ്ട് അനുവദിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓർത്തു വെക്കാം. ഓക്കെ, ഡിസ്കൗണ്ട് അനുവദിക്കുന്ന പോലെ തന്നെ നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കുകയും ചെയ്യും അല്ലേ. ഡിസ്കൗണ്ട് റിസീവ്ഡും ആവാം. എപ്പോഴായിരിക്കും നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കുക? നമ്മൾ ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കുമ്പോൾ, നമ്മൾ ആർക്കെങ്കിലും എന്ന് പറയുമ്പോൾ സപ്ലയറിനോ അല്ലെങ്കിൽ ക്രെഡിറ്റർ ക്യാഷ് കൊടുക്കാനുള്ള ആൾക്കോ ക്യാഷ് കൊടുക്കുന്ന സമയത്ത്, ആ കൊടുക്കുന്ന സമയത്ത് നമ്മൾ മുഴുവൻ തുകയും കൊടുക്കാതെ അത് അല്പം കുറച്ച് കൊടുക്കുകയാണ്, എന്നിട്ട് അയാൾ അത് അംഗീകരിക്കുകയാണെങ്കിൽ, അയാൾ ഡിസ്കൗണ്ട് അനുവദിച്ചു തരികയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിസ്കൗണ്ട് കിട്ടുകയാണ്. ആ സമയത്ത് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഇൻകമാണ് അല്ലേ. അപ്പം നമുക്കതിനെ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയാം. അപ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? വൈൽ മേക്കിംഗ് പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ് ഓർ ക്രെഡിറ്റേഴ്സ്. സപ്ലയേഴ്സിന് അല്ലെങ്കിൽ ക്യാഷ് കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്ന ഇൻകം ഉണ്ടാകുന്നത് അല്ലേ. നമുക്കൊരു ഉദാഹരണം എടുക്കാം. എമൗണ്ട് പേബിൾ എന്ന് പറയുന്നത് കൊടുക്കാനുള്ള എമൗണ്ട് 15,000 രൂപ. നമ്മൾ എത്രയേ കൊടുത്തുള്ളൂ? 14,800 രൂപയെ കൊടുത്തുള്ളൂ എന്ന് വിചാരിക്കുക അല്ലേ. ഓക്കെ, എന്നിട്ട് പറയാണ് ഈ 15,000 രൂപയുടെ കണക്ക് സെറ്റിൽ ചെയ്തോളൂ, ഇനി ഞാൻ തരൂല എന്ന് പറഞ്ഞ് അയാൾ സമ്മതിക്കുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് സമ്മതിക്കുക എന്ന് പറയുമ്പോൾ അയാൾ 200 രൂപ ഡിസ്കൗണ്ട് നമുക്ക് അനുവദിച്ചു തന്നു എന്നാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അനുവദിച്ച് തന്നു എന്ന് പറയുമ്പോൾ നമുക്ക് 200 രൂപ ഡിസ്കൗണ്ട് കിട്ടി. ഇൻകമാണല്ലോ, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എന്തായിരിക്കും? ഇവിടെ നമ്മൾ രണ്ട് ട്രാൻസാക്ഷൻ ഇവിടെ ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഒന്ന്, നമ്മൾ 14,800 രൂപയുടെ ക്യാഷിൻ്റെ പേയ്മെൻറ്റ് നടത്തുകയാണ്. രണ്ടാമത് നമുക്ക് 200 രൂപയുടെ ഡിസ്കൗണ്ട് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യുകയാണ് അല്ലേ. ഓക്കെ, ക്യാഷ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്താ ജേണൽ എൻട്രി? ആർക്കാണോ കൊടുത്തത്? സപ്ലയർ ഓർ ക്രെഡിറ്റർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ക്യാഷ് കൊടുക്കുമ്പോൾ ക്യാഷിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് അല്ലേ. ഓക്കെ, ഇനി ഡിസ്കൗണ്ട് കിട്ടുന്ന സമയത്തോ? ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് ഇൻകം ആണ് അല്ലേ, റവന്യൂ ആണ്. റവന്യൂ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യണം.
അപ്പോൾ ഡിസ്കൗണ്ട് റിസീവിനെ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ആരുടെ അടുത്താണോ കിട്ടിയത്, അല്ലേ, ആരുടെ ലാബിലിറ്റിയാണോ കുറയുന്നത്. നമ്മൾ 200 രൂപയുടെ ഡിസ്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് അനുവദിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കാനുള്ള ക്യാഷ് 200 രൂപ കുറയാണ്, അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ക്രെഡിറ്റർ അല്ലെങ്കിൽ സപ്ലയറെ ഡെബിറ്റും ചെയ്യുന്നു. സോ ക്രെഡിറ്റർ അല്ലെങ്കിൽ സപ്ലയർ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്, അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസാക്ഷൻ നമുക്ക് എങ്ങനെ ഒരു ജേണൽ എൻട്രി ആയിട്ട് ഒന്നിച്ചെഴുതുന്നതാണ് എളുപ്പം, അല്ലേ. ഓക്കെ, എങ്ങനെ എഴുതാം? ഓക്കെ, നമ്മൾ ആർക്കാണോ പേയ്മെൻറ്റ് നൽകുന്നത്, നമ്മൾ സാധാരണ ജേണൽ എൻട്രിയിൽ ഒരു പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് എന്ത് ജേണൽ എൻട്രി ആണോ അത് ഓർത്താൽ മതി, അല്ലേ. സപ്ലയർ ഓർ ക്രെഡിറ്റർ അക്കൗണ്ട് ഡെപ്റ്റ്. നമ്മൾ 14,800 രൂപയെ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ പോലും എത്ര രൂപയുടെ കണക്കാണോ സെറ്റിൽ ചെയ്ത്? 15,000 രൂപയുടെ കണക്ക് സെറ്റിൽ ചെയ്തിട്ടുണ്ട്, അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ 15,000 കൊണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ആ 15,000-ൽ 14,800 രൂപ ക്യാഷാണ്. ടു ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 14,000. ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട് 200. ഓക്കെ, സോ നമ്മൾ ക്യാഷിൻ്റെ പേയ്മെൻറ്റ് നടക്കുന്ന സമയത്താണ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് നിർത്തിയാൽ ഈ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മളുടെ ജേണൽ എൻട്രി സപ്ലയർ ഓർ ക്രെഡിറ്റർ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട്. ഓക്കെ, നമുക്ക് ചില ഉദാഹരണങ്ങൾ ഒന്ന് പരിചയപ്പെടാം. അവിടെ 3 ട്രാൻസാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാൻ ശ്രമിക്കാം. ആദ്യം 1/5/2020 നടന്നൊരു ട്രാൻസാക്ഷനാണ്. വിച്ച് ഈസ് ലൈക്ക് ദിസ്: റിസീവ്ഡ് ക്യാഷ് ഫ്രം കമാൽ ₹7,900. കമാലിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് 7,900 രൂപ ലഭിച്ചു. ഓക്കെ, ഈ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ട്രാൻസാക്ഷനാണ്, അല്ലേ. അത് മാത്രമായിരുന്നെങ്കിൽ നിങ്ങൾ എന്താ എഴുതുക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു കമാൽ. ക്യാഷ് കിട്ടിയതാണ്, അല്ലേ. ഓക്കെ, സോ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുന്നു, കമാൽ അക്കൗണ്ടിനെ ക്രെഡിറ്റും ചെയ്യുന്നു. ഇറ്റ്സ് വെരി സിമ്പിൾ, അല്ലേ. ക്യാഷ് ആരുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുന്ന സമയത്ത് ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുകയാണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ എത്ര രൂപയാണ് കിട്ടിയത്? 7,900. എന്നിട്ട് അതിനുശേഷം പറയുന്നു ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ഹിസ് അക്കൗണ്ട് 8,000. അയാളുടെ അക്കൗണ്ടായിട്ടുള്ള 8,000 രൂപയുടെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്ര രൂപ കൊടുത്തത്? 7,900 കൊടുത്തത്, അല്ലേ. 8,000 രൂപയുടെ കണക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി 7,900 കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു കാര്യം നമുക്ക് ക്ലിയറാണ്. എന്താണ്? 100 രൂപയുടെ ഡിസ്കൗണ്ട് നമ്മൾ കൊടുത്തു എന്നാണ്. ഇങ്ങോട്ട് ക്യാഷ് കിട്ടിയതാണ്, അല്ലേ. ഓക്കെ, അപ്പോൾ എത്ര രൂപയുടെ ഡിസ്കൗണ്ട് നമ്മൾ കൊടുത്തു? 100 രൂപയുടെ. ഓക്കെ, അപ്പോൾ എന്താണ് ജേണൽ എൻട്രി? നമുക്ക് എത്ര രൂപ ക്യാഷ് കിട്ടി? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് 7,900. ഡിസ്കൗണ്ട് എത്ര അനുവദിച്ചു? ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെപ്റ്റ് 100. മൊത്തം എത്ര രൂപയുടെ കണക്കാണ് സെറ്റിൽ ചെയ്തത്? ആരുടെ കണക്ക്? കമാലിൻ്റെ കണക്ക്. സോ കമാൽസ് അക്കൗണ്ട് ഡെപ്റ്റ് ക്രെഡിറ്റ് ടു കമാൽസ് അക്കൗണ്ട് 8,000. നരേഷനായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം: റിസീവ്ഡ് ₹7,900 ഫ്രം കമാൽ ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ഹിസ് അക്കൗണ്ട് 8,000. ക്ലിയർ? ഓക്കെ, ഇനി അടുത്ത ട്രാൻസാക്ഷൻ വിച്ച് ഈസ് ഓൺ 2 May 2020. അത് പറയുന്നത് എങ്ങനെയാണ്? റിസീവ്ഡ് ക്യാഷ് ഫ്രം മോഹൻ. മോഹൻ്റെ കയ്യിൽ നിന്ന് 9,800 രൂപ ക്യാഷ് ലഭിച്ചു. ആൻഡ് അലൗഡ് ഹിം ഡിസ്കൗണ്ട് ₹200. എത്ര രൂപയുടെ കണക്ക് സെറ്റിൽ ചെയ്തു എന്നല്ല പറഞ്ഞത്, ഇത്ര രൂപ ഡിസ്കൗണ്ട് അനുവദിച്ചു എന്ന് വ്യക്തമായിട്ട് അങ്ങ് പറയുകയാണല്ലേ. അപ്പോൾ 9,800 രൂപ ക്യാഷ് കിട്ടുകയും ചെയ്തു, 200 രൂപയുടെ ഡിസ്കൗണ്ടും അനുവദിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്ര രൂപയുടെ കണക്കാണ് സെറ്റിൽ ചെയ്തിട്ടുണ്ടാവുക? 10,000 രൂപയുടെ. അപ്പോൾ 2 രൂപത്തിലും പറയും, അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര രൂപയുടെ കണക്കാണ് സെറ്റിൽ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട, എത്രയാണ് ഡിസ്കൗണ്ട് എന്ന് നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് ജേണൽ എൻട്രി? എത്ര രൂപ ക്യാഷ് കിട്ടി? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് 9,800. എത്ര ഡിസ്കൗണ്ട് അനുവദിച്ചു? ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെപ്റ്റ് 200. മൊത്തം എത്ര രൂപയുടെ കണക്കായിരിക്കും സെറ്റിൽ ചെയ്തിട്ടുണ്ടാവുക? ആരുടെ കണക്ക്? മോഹൻ്റെ കണക്ക്, അല്ലേ. ടു മോഹൻ അക്കൗണ്ട് 9,800ഉം 200ഉം 10,000. ഓക്കെ, നരേഷൻ എഴുതുന്നു: റിസീവ്ഡ് 9,800 ഫ്രം മോഹൻ ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ₹10,000. ഓക്കെ, ഇനി അടുത്തത് ശ്രദ്ധിക്കുക, പെയ്ഡ് ക്യാഷ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ. ക്യാഷ് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോഴേ നിങ്ങൾ മനസ്സിൽ ഓർമ്മ വേണം, ക്യാഷ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഡിസ്കൗണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആയിരിക്കും, അല്ലേ. വേറൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, പെയ്ഡ് ക്യാഷ് ടു കാഞ്ചന ട്രേഡേഴ്സ്. കാഞ്ചന ട്രേഡേഴ്സിന് എത്ര കൊടുക്കുന്നു? 14,750 രൂപ. എന്നിട്ട് പറയുന്നു ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ₹50,000.
15,000 രൂപ സെറ്റിൽ ചെയ്യാനായിട്ട് എത്ര കൊടുത്തു? 14,750 രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കും ഡിഫറൻസ് 250 രൂപ അങ്ങോട്ട് കൊടുത്തതാണോ? നമുക്ക് ഇങ്ങോട്ട് കിട്ടിയില്ലേ? ക്യാഷ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഡിസ്കൗണ്ട് ഇങ്ങോട്ട് കിട്ടിയതായിരിക്കുമെന്ന് ഓർത്ത് വെച്ചാൽ കാര്യങ്ങൾ എളുപ്പമാണ്. അതേസമയം ക്യാഷ് ഇങ്ങോട്ട് റിസീവ് ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് നമ്മൾ അങ്ങോട്ട് അനുവദിച്ചതായിരിക്കുമെന്ന് മനസ്സിലാക്കിയാൽ കാര്യം എളുപ്പമാണ് അല്ലേ? ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താണ് ജേണൽ എൻട്രി? മൊത്തം എത്ര രൂപയുടെ കണക്കാണ് കാഞ്ചന ട്രേഡേഴ്സിന് സെറ്റിൽ ചെയ്തത്? ഇതെങ്ങനെയാണെന്ന് ഓർക്കാൻ വേണ്ടി ക്യാഷ് പേ ചെയ്യുന്ന സമയത്ത് എന്താണ് ജേണൽ എൻട്രി എന്ന് ഓർത്താൽ മതി അല്ലേ? ക്യാഷ് പേ ചെയ്യുന്ന സമയത്ത് കാഞ്ചന ട്രേഡേഴ്സിന് ക്യാഷ് കൊടുക്കുന്ന സമയത്ത് കാഞ്ചന ട്രേഡേഴ്സ് അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്നാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ കാഞ്ചന ട്രേഡേഴ്സിനെ ഡെബിറ്റ് ചെയ്യുന്നു. 14,750 രൂപയാണ് കൊടുത്തെങ്കിൽ പോലും 250 രൂപ ഡിസ്കൗണ്ടും കൂടി ഉണ്ട് എന്ന് ഓർത്തിട്ട് 15,000 രൂപ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. പിന്നെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ടു ക്യാഷ് 14,750 രൂപ. എത്ര രൂപയാണോ ക്യാഷ് കൊടുത്തത് അത് ക്യാഷിന് ക്രെഡിറ്റ് ചെയ്യുന്നു. പിന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡ് 250. നരേഷനായിട്ട് എഴുതുന്നു പെയ്ഡ് ക്യാഷ് ടു കാഞ്ചന ട്രേഡേഴ്സ് ₹14,750 ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ₹15,000. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഷോർട്ട് കട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഓക്കെ, ഇപ്പോൾ ഈ ട്രാൻസാക്ഷൻ ഡിസ്കൗണ്ട് അലൗഡ് ആണോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെബിറ്റ് ആണോ ചെയ്യേണ്ടത് ക്രെഡിറ്റ് ആണോ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വേണം ഡിസ്കൗണ്ട് അലൗഡ് എന്ന് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് എഴുതണം നിർബന്ധമില്ല. ഡിസ്കൗണ്ട് എന്ന് മാത്രം എഴുതിയാലും നിങ്ങളുടെ ജേണൽ എൻട്രി കറക്റ്റ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി ഡിസ്കൗണ്ടിനെ ഡെബിറ്റ് ആണോ ചെയ്യേണ്ടത് ക്രെഡിറ്റ് ആണോ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. എന്താണ്? ക്യാഷ് ഡെബിറ്റ് വരികയാണെങ്കിൽ അതിൻ്റെ കൂടെയാണ് ഡിസ്കൗണ്ട് ഉണ്ടാവുക. ക്യാഷ് ക്രെഡിറ്റ് വരുന്ന സമയത്ത് ഡിസ്കൗണ്ടും അതിൻ്റെ കൂടെയാണ് വരിക, കോമ്പൗണ്ട് ജേണൽ എൻട്രി ആയിട്ട് എഴുതുന്ന സമയത്ത് അല്ലേ? ഓക്കെ, അങ്ങനെ ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് ഈ ട്രാൻസാക്ഷൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ നോക്കൂ. അവിടെ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ക്യാഷിന് ഡെബിറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ടും അതിൻ്റെ കൂടെ ഡെബിറ്റ് ചെയ്തു അല്ലേ? ഇനി അവസാനത്തെ ട്രാൻസാക്ഷൻ നോക്കൂ. ക്യാഷ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് ഡിസ്കൗണ്ടും ക്രെഡിറ്റ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, ഇനി ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുന്നോ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുമോ എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ? എപ്പോഴാണ് ക്യാഷ് ഇൻക്രീസ് ചെയ്യുക? ക്യാഷ് ഇങ്ങോട്ട് കിട്ടുന്ന സമയത്ത്, അപ്പോഴാണ് നിങ്ങൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് അങ്ങോട്ട് കൊടുക്കുന്ന സമയത്താണ് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്യാഷ് ഇങ്ങോട്ട് കിട്ടുന്ന സമയത്ത് ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ കൂടെ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ടിനും കൂടി ഡെബിറ്റ് ചെയ്യാം. ക്യാഷ് അങ്ങോട്ട് കൊടുക്കുന്ന സമയത്താണ് ക്യാഷ് നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ആ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ക്യാഷിൻ്റെ കൂടെ ഡിസ്കൗണ്ടിനെയും കൂടി ക്രെഡിറ്റ് ചെയ്യുക എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം എളുപ്പമാണ്. ഓക്കെ, ഇനി ഇന്നത്തെ അസൈൻമെൻറ്റ് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ജേണൽ എഴുതേണ്ട ട്രാൻസാക്ഷൻസ് ഇതൊക്കെയാണ്. ഒന്ന്, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹1 lakh. മിക്കവാറും എല്ലാ ജേണൽ എൻട്രിയും തുടങ്ങുന്നത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ കൂടിയാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുകയെന്നറിയാം. രണ്ടാമത്തത്, പർച്ചേസ് ഗുഡ്സ് ഫ്രം അരുണ ട്രേഡേഴ്സ് ₹50,000. 50,000 രൂപക്ക് അരുണ ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചു. അപ്പോൾ അരുണ ട്രേഡേഴ്സ് എന്ന് പേര് പറഞ്ഞതുകൊണ്ട് അത് കടത്തിനായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ, പെയ്ഡ് റെൻറ്റ് ₹4,000. 4,000 രൂപ റെൻറ്റ് കൊടുത്തു. നാലാമത്തെ ട്രാൻസാക്ഷൻ, പെയ്ഡ് ക്യാഷ് ടു അരുണ ട്രേഡേഴ്സ്. അരുണ ട്രേഡേഴ്സിന് 49,000 രൂപ ക്യാഷ് കൊടുത്തു ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ₹50,000. 49,000 രൂപ ക്യാഷ് കൊടുത്തു. എത്ര രൂപയുടെ കണക്ക് സെറ്റിൽ ചെയ്യാനായിട്ട്? 50,000 രൂപയുടെ അല്ലേ? അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി അവിടെ എത്ര രൂപ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടി. 1000 രൂപയുടെ അല്ലേ? ക്യാഷ് അങ്ങോട്ട് കൊടുത്തതാണ്, അപ്പോൾ 1000 രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടി അല്ലേ? അപ്പോൾ നമ്മൾ 49,000 രൂപ അരുണ ട്രേഡേഴ്സിന് ക്യാഷ് കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കും ജേണൽ എൻട്രി? ക്യാഷ് പോവുകയാണ്, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ? അരുണ ട്രേഡേഴ്സിനെ ഡെബിറ്റും ചെയ്യണം. സോ അരുണ ട്രേഡേഴ്സ് അക്കൗണ്ട് അപ് ടു ക്യാഷ് ക്രെഡിറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഡിസ്കൗണ്ടും അവിടെ ക്രെഡിറ്റ് ചെയ്യും എന്ന് നിങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ എളുപ്പമാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ക്യാഷിൻ്റെ കൂടെ ആണ് ഡിസ്കൗണ്ടും വരിക. അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് ആണോ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണോ എന്ന് എഴുതണം നിർബന്ധമല്ല. ഡിസ്കൗണ്ട് എന്ന് മാത്രം എഴുതിയാലും ശരിയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ ട്രാൻസാക്ഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം എളുപ്പമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഫൈൻ. അടുത്തത്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം കമാൽ ട്രേഡേഴ്സ് ₹10,000. കമാൽ ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് 10,000 രൂപ കടത്തിന് സാധനം മേടിച്ചു. ദെൻ റിട്ടേൺഡ് ഗുഡ്സ് ടു കമാൽ ട്രേഡേഴ്സ് ₹2,500. അതിൽ നിന്ന് 2,500 രൂപയുടെ സാധനങ്ങൾ കമാൽ ട്രേഡേഴ്സിന്
തിരിച്ചു നൽകി. ടു കമാൽ ട്രേഡേഴ്സ്, അങ്ങോട്ട് തിരിച്ചു നൽകിയതാണ് അല്ലേ. പർച്ചേസ് ചെയ്ത് കമാൽ ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്, കമാൽ ട്രേഡേഴ്സിന് അങ്ങോട്ട് തിരിച്ചു നൽകി എന്ന് പറയുമ്പോൾ അത് പർച്ചേസസ് റിട്ടേൺസ് ആണ്. പർച്ചേസസിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് എൻട്രി ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അടുത്തത് സോൾഡ് ഗുഡ്സ് ടു സതീഷ് ₹45,000. സതീഷിന് കടത്തിന് 45,000 രൂപയ്ക്ക് സാധനങ്ങൾ വിറ്റു. പെയ്ഡ് കാരേജസ്, വണ്ടിക്കൂലി, കാരേജസ് എന്ന് പറയുന്ന എക്സ്പെൻസ് 1,500 രൂപ കൊടുത്തു. പിന്നീട് റിസീവ്ഡ് ക്യാഷ് ഫ്രം സതീഷ്, സതീഷിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് ലഭിച്ചു. എത്രയാണ് കിട്ടിയത്? 44,500 രൂപ. എന്നിട്ട് വീണ്ടും പറയുന്നു ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ₹45,000. 45,000 രൂപ സെറ്റിൽ ചെയ്യാനായിട്ട് എത്രയാണ് കിട്ടിയത്? 44,500 രൂപ. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസാക്ഷനിൽ ഡിസ്കൗണ്ടിന് എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ച് നമുക്ക് ചെയ്യാം അല്ലേ. അല്ലാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. എങ്ങനെ? റിസീവ്ഡ് ക്യാഷ് ഫ്രം സതീഷ്, എന്താണ് അതിൻ്റെ ജാലണ്ടറി? ക്യാഷ് അക്കൗണ്ട് അപ് ടു സതീഷ് അല്ലേ. ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ടാകുമ്പം ഡിസ്കൗണ്ടിനും അതുപോലെ ഡെബിറ്റ് ചെയ്യണമെന്ന് ആലോചിച്ചാൽ മതി അല്ലേ. ഇവിടെ എത്രയാണ് ഡിസ്കൗണ്ട്? 500 രൂപ. അപ്പോൾ ക്യാഷിനെയും ഡെബിറ്റ് ചെയ്യുന്നു, ഡിസ്കൗണ്ടിനും ഡെബിറ്റ് ചെയ്യുന്നു, ടോട്ടൽ സതീഷിനെ ക്രെഡിറ്റും ചെയ്യുന്നു. Okay, fine. I think it's high time to say goodbye. Have a nice day. Thank you.